ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഈ മെഷീനും പൊക്കി പിടിച്ച് എങ്ങോട്ടാണ് പോകണതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പുതിയ മെഷീൻ സർവീസിന് കൊടുത്ത കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ അതിന് സ്റ്റിച്ച് എങ്ങും വീഴുന്നില്ല. അതുപോലെ തന്നെ നല്ല സ്റ്റക്കായി നിൽക്കുമായിരുന്നു. മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഷോപ്പിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു, എൻ്റെ കുതിരയെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു, മാറ്റി തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത് മാറ്റാനായിട്ടാണ് ഈ പോകുന്നത്. ഞാൻ ആട്ടോ വിളിച്ച് ഞാൻ തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ വേറൊരാളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഞാൻ തന്നെ പോയി സ്റ്റിച്ചൊക്കെ ചെയ്ത് നോക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് പോയത്. ആട്ടോ വിളിച്ചാണ് പോയത്. ദേവുവിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ പോണ വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്നിട്ടാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കാനുള്ള തുണിയൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കെട്ട് തുണിയാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാനായിട്ട് ചേച്ചി കൊണ്ട് തന്നത്. അത് കുറച്ച് പീസ് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ലോഡ് തുണി കൊണ്ട് തന്നു. അപ്പോൾ നമ്മളവിടെ എത്തി. അവിടെ എത്തിയിട്ട് നമ്മൾ മെഷീനും കൊണ്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. വൈകുന്നേരം കൂടി ആയതുകൊണ്ടായിരുന്നു റോഡിൽ ഇത്രയും ബ്ലോക്ക് വന്നത്. അതുപോലെ തന്നെ ഒരു സൈഡിൽ കൂടെയുള്ള വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് മറു സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. വൈകുന്നേരമാണ് വന്നത്. ഷോപ്പ് 6 മണി വരെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉള്ള മെഷീനുകളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതുപോലുള്ളൊരു പവർ മെഷീൻ വാങ്ങുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത് നടക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ചെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് എന്താണ് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. എന്ന് ഞാനിത് വാങ്ങും. ആദ്യം ഞാൻ വാങ്ങിയത് സിംഗറിൻ്റെ മെഷീനായിരുന്നു. അപ്പോൾ അത് ഈ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് തന്നെ 6 മാസം ആയപ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉഷയാണ് വാങ്ങിയത്. പിന്നെ ഉഷയുടെ കുതിരയാണ് വാങ്ങിയത്. അപ്പോൾ അതെടുത്ത് വച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്തുകളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ക്ലോത്തിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമുക്ക് അതേ ക്ലോത്ത് ആയിരിക്കണമെന്നില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ അത് പല ടൈപ്പിലുള്ള ക്ലോത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കത്രിക മുറിയുന്നില്ലായിരുന്നു. പിന്നെ അവിടെയുള്ള സ്റ്റാഫും കൂടെ പിടിച്ചിട്ടാണ് അത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് എടുത്തത്. പിന്നെ ഇതിൽ നൂലിടുന്നതെന്ന് വെച്ചാൽ മറ്റേ എൻ്റെ കയ്യിൽ കിട്ടിയ സിംഗറിൻ്റെ മെഷീനേക്കാളും ഇതിലിടുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുറച്ച് പാർട്ടുകളൊക്കെ വ്യത്യാസമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുവാണ്. മറ്റേത് ചെയ്ത പോലെ അല്ല. പിന്നെ മെഷീൻ നല്ല കണ്ടീഷനായിരുന്നു. സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ സ്റ്റിച്ചുകളും വീഴുന്നുണ്ട്. മെഷീൻ ഞാൻ ഇങ്ങനെ സ്റ്റിച്ചുകൾ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് സ്റ്റിച്ചിൻ്റെ അളവ് നീളം ഞാൻ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കി കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നത് വേറൊന്നുമല്ല. ഞാൻ പവർ മെഷീൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചത്. റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ പഴയ വീടായതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പവർ മെഷീൻ ഇതുപോലെ പൊടിയുള്ള സ്ഥലത്ത് കൊണ്ടിട്ടാൽ അത് കിടക്കുമോ ഇല്ലേ, കംപ്ലൈൻറ്റ് ആകുമോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഒരുപാട് പൊടിയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുമായിരുന്നു. എൻ്റെ മനസ്സ് ഫുള്ളും ആ പവർ മെഷീനിൽ കിടക്കുകയാണ്. എന്തെങ്കിലും എനിക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അത് വാങ്ങണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യം ഒന്ന് മറ്റേതുപോലെ അല്ലല്ലോ. അപ്പോൾ ഒന്ന് സ്റ്റാർട്ടിങ്ങിലൊരു ട്രബിൾ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിന് നമ്മളെ നോർമൽ മെഷീൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അംബർല മെഷീൻ നോർമൽ മെഷീനേക്കാളും സൗണ്ട് കുറവാണെന്ന് മാത്രമല്ല ഒട്ടും സൗണ്ട് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് സൗണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൗണ്ടൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള സൗണ്ടേ ഉള്ളൂ. പിന്നെ നല്ല കണ്ടീഷനാണ്. നല്ല സ്പീഡിൽ നമുക്ക് തയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. എനിക്ക് സാധാ മെഷീൻ ഇവിടെ വീട്ടിലുണ്ട്. പക്ഷെ പുറത്ത് തയ്ച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അംബർല തന്നെ മേടിച്ചത്. ആദ്യം മേടിച്ച മെഷീൻ മേടിച്ചിട്ട് 6 മാസമായിരുന്നു. സിംഗറിൻ്റെയാണ് മേടിച്ചത്. അപ്പോൾ അത് ഈ 6 മാസം ആയപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര സൗണ്ടും അതിൽ ഭയങ്കരമായിട്ടുള്ള സൗണ്ടും സ്റ്റക്കും ഒക്കെ വന്നതുകൊണ്ടാണ് അത് കൊണ്ടുപോയി ഞാൻ സർവീസിന് കൊടുത്തു വിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് ഒട്ടും തയ്ക്കാൻ പറ്റാത്ത ലെവലായതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ സംസാരിച്ചപ്പോൾ അവർ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ മാറ്റി ഉഷയുടെ മെഷീൻ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ തിരിച്ചു വന്നത് വേറെ വഴിയാണ്. നമ്മൾ ആറ്റിങ്ങലാണ് മെഷീൻ എടുക്കാനായിട്ട് പോയത്. തിരിച്ച് നമ്മൾ ആലങ്കോട് വഴിയാണ് വന്നത്. അങ്ങോട്ട് പോയത് വേറൊരു വഴിക്കായിരുന്നു. അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് തിരിച്ച് നമ്മൾ ആലങ്കോട് വഴിയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ബോക്സും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഓയില്, ഒരു 3 നീഡിൽ, അതുപോലെ തന്നെ 3 ബോബിനും പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് അതിൽ കിട്ടിയത്. അപ്പോൾ ദേവുവാണ് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാറ്റ് ഈ വണ്ടിയിൽ പോകുന്നത് കാരണം കാറ്റടിച്ച് എൻ്റെ മുടിയൊക്കെ പറന്ന് പോകുന്നുണ്ട്. അപ്പം ദേവുവിൻ്റെ കൂടെ ഞാൻ പറയുകയാണ് ഇങ്ങനെ സാധനങ്ങൾ ഇതിനകത്ത് കിട്ടിയെന്ന്. അപ്പോൾ ദേവു ഓരോന്നും മേടിച്ച് നോക്കുമായിരുന്നു. ഇങ്ങ് താ ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വീഡിയോ എടുക്കുമായിരുന്നു.
അങ്ങനെ നമ്മൾ മെഷീനും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് നല്ല കണ്ടീഷനായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി. കാരണം ഒരുപാട് തയ്യൽ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഒരുപാട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ആഗസ്റ്റിന് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. മെഷീൻ ഇങ്ങനെ പ്രോബ്ലം ആയതുകൊണ്ട്. ഇത് നല്ല രീതിയിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അമ്മ അതിന് ഉഴിഞ്ഞൊക്കെ കളഞ്ഞിട്ട് അതിനൊരു കുറിയൊക്കെ ചന്ദന കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കുവാണ്. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം സ്റ്റിച്ചിങ് ഒക്കെ നല്ല രീതിയിൽ വീഴുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.